എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? കയ്പോ ഇറങ്ങില്ലേ? വിട്, അത് ഇറങ്ങട്ടെ. അത് ഇറങ്ങി പോവാന്ന്. ആ പോട്ടെ, ഞാൻ ഇടിച്ചെടുക്കാം. വേണ്ടേ? കയ്പോ ഇത്തിരി കുറവില്ലേ? കുറഞ്ഞതിന്റെ അല്ല. എന്ത് പറഞ്ഞാ? അമ്മേ എനിക്ക് കൈയും കാലൊക്കെ ആകെ ഒരു തരിപ്പ് പോലെ. തരിപ്പാ? തലവേദന എങ്ങനെയുണ്ടടി? തലവേദന എങ്ങനെയുണ്ടെന്നാവോ? പക്ഷെ ആകെ ഒരു തരിപ്പ്. മാറാനാ ഇപ്പൊ മാറും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓഹോ, ചെറിയ മിണ്ടാതിരിക്കാവോ? എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? എനിക്ക് സങ്കടം വരുന്നു. എന്തിന്? ഇപ്പം മാറും. സന്തോഷിക്കടി, സന്തോഷിക്ക്. മാറിയില്ലേ? മാറിയോ? ഇതേടി കരയുന്നത്. മാറിയോ? വിളിക്കാഞ്ഞ്. അയ്യോ എടി, നിനക്ക് തലവേദന ആണെങ്കിൽ ഞാൻ വിളിക്കണോ? വന്ന് ചോദിച്ചൂടെ മരുന്ന് എന്തെങ്കിലും ഉണ്ടെന്ന്? ഇപ്പോഴല്ല, എപ്പോഴും പിന്നെ അന്ന്. എന്ന് പഠിച്ചപ്പോ 10ാം ക്ലാസ് അവനൂടെ ഇറങ്ങിപ്പോയ കാര്യം പശ്ചാത്താപം അവക്ക് ഇപ്പഴാ തോന്നിയത്. കണ്ണും കൈയും കാണിക്കുമ്പോ ഇറങ്ങിപ്പോ വിളിക്കണ്ടേ? കയ്യും കാലം കാണിക്കുമ്പോ വിളിച്ചു നീ ഇറങ്ങി പോവോ? എടി വിളിച്ചാ നീ അന്ന് വരുവായിരുന്നാ? 100 പ്രാവശ്യം നിന്നെ നീ വിളിച്ചു. നിനക്ക് അതൊന്നും ചെവി കേൾക്കാൻ വയ്യായിരുന്നു. സ്വാഭാവികമല്ലേ വിളിക്കാതിരിക്കണ. കുറ്റക്കാരി ഞാനായ. ഇനിയിപ്പൊ പോട്ട് മക്കളെ, സംഭവിച്ചില്ലേ എന്ന് വെച്ച് നിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ലല്ലോ. ഒരു കാര്യമില്ലെങ്കിലും പേരിന് അവൻ അവിടെ കിടന്നോട്ട് ഞാൻ എല്ലാം തരുന്നില്ല. അവിടെ കിടന്നോട്ടവൻ. എനിക്ക് ഉയർത്തെഴുന്നേൽക്കണമെന്നുണ്ട്. എന്താടി പറയുന്ന? ഉയർത്തെഴുന്നേൽക്കണോന്ന്. പൊട്ടിക്കണമ്മേ. പൊട്ടിക്കണോ? ഏത് ചങ്ങല? എന്റെ കയ്യിലും കാലിലൊക്കെ ചങ്ങലല്ലേ? ഞാൻ പൊട്ടിക്കുന്ന അതല്ലടാ എടാ, സ്ത്രീ സ്വാതന്ത്ര്യം. അവർക്ക് സ്വാതന്ത്ര്യം വേണം. അമ്മ എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അമ്മേ? നേരം വെളുക്കുമ്പോ മുതൽ ഞാൻ അടുക്കളയിൽ കിടക്കണല്ലേ? മുറ്റടിക്കണം, പാത്രം കഴുകണം, തുണി അലക്കണം, കഞ്ഞി കറി വെക്കണം. ഇതൊക്കെ കഴിയുമ്പോ മനുഷ്യന്റെ വേണ്ടത്ര മുഴുവൻ സമാധാനം ഇല്ലടി. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല. എനിക്ക് സമാധാനം ഉണ്ടോ? എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? നല്ല ഉടുപ്പുണ്ടോ അമ്മേ? അമ്മ എന്ത് ഭാഗ്യവതിയാ. എന്തൊരു ഭാഗ്യം. നേരത്തെ പോയില്ലേ? ഒരു ദിവസത്തേക്ക് അദ്ദേഹം കിടന്നെങ്കിൽ എന്തിനാ അമ്മേ? വേണ്ട, നല്ലതല്ല. മോളെ, എന്നോട് എനിക്ക് സ്നേഹമാടി. നിന്റെ വിഷമം നിനക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും? വിഷമം കൊണ്ടാ ചിരിക്കണല്ലേ? അവൾക്ക് ചിരി, ഞാനും ചിരിക്കും. ചിരി, നീയും ചിരി. നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ ചിരിയടി. പൊട്ടിച്ച് ചങ്ങലയൊക്കെ ബന്ധിക്കല്ലേ? പൊട്ടിക്കണം. പൊട്ടി ഞാനൊരെണ്ണം ചെന്ന് പൊട്ടിച്ചാലോ അമ്മേ? പൊട്ടിച്ചാലോ? എനിക്ക് ഇച്ചിരി മരുന്ന് കൊടുത്തരോ? ഇച്ചിരി മതി. വേണ്ട അമ്മ, 1/2 ഗ്ലാസ് കുടിച്ചമ്മേ. ഇച്ചിരി കൂടി ഉണ്ടായ ഗ്ലാസ് ആവാൻ. തലവേദന കുറഞ്ഞ ഇച്ചിരിയും കൂടി ഉണ്ടാവും. ഇപ്പൊ ഉണ്ടാവുമ്പോ തരാം. തലവേദന വരുമ്പോഴല്ലേ കുടിക്കണ്ടേ? തലവേദന വരുമ്പോഴാണ് കുടിക്കേണ്ടത്. എന്നാലും അമ്മ എന്താ അമ്മ ഒന്ന് വിളിക്കാഞ്ഞ്? വിളിക്കേണ്ടതായിരുന്നു. അവനെ കൊണ്ടെങ്കിലും വിളിപ്പിക്കാഞ്ഞല്ലേ? എനിക്ക് ഇങ്ങനെ വരുമായിരുന്നോ? ഇരിക്കരുത്. ഇത് എന്തുവായി?
മാത്തിയോ സീറ്റിയോ ഓപ്പിയോ ചുമ്മാതല്ല. എന്നെ വലയിട്ട് പിടിച്ച സാധനമാണോ? എന്തായാലും ബാക്കി ഞാൻ അടിച്ചോളാം. നടക്കട്ടെ കളിയാ. താങ്ക് യു. കാറ്റ് വന്നാട്ടാ, കാറ്റ് വന്നാട്ടാ. മൂന്നുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. മൂന്നും കൂടെ അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അത് നടന്നത്. ഈ ചങ്ങല നമുക്ക് പൊട്ടിക്കാവാ. എടാ പാവം. എന്താണ് ഇരിക്കുന്നേ എന്താ ആ ഇരുന്നു. അല്ല എന്ത് പറ്റി മൂന്നാൾക്കും? അസുഖമെല്ലാം മാറിയടാ. എല്ലാ അസുഖവും മാറി. നീ ഉണ്ടല്ലോ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട. പക്ഷേ ഇവള് നിന്റെ തങ്കക്കൊടം, ഇവളെ നീ പൊന്നു പോലെ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ നോക്കിയാ പോരാ. പിന്നെ അതല്ല, അങ്ങനെ നോക്കിയാ പോരാ. ഇവളെ നീ ഇടക്കിടക്ക് പുറത്തു കൊണ്ടുപോകണം. സിനിമയ്ക്ക് കൊണ്ടുപോകണം, പാർക്കിൽ കൊണ്ടുപോകണം. അവക്ക് തുണിയൊക്കെ മേടിച്ചു കൊടുക്കണം. അവളുടെ കൊതിക്കനുസരിച്ച് അവളെ ജീവിപ്പിക്കണം. അവളെന്തെങ്കിലും പഠിക്കാൻ വേണ്ടി അവള് പഠിക്കട്ടെ. ചെയ്യാൻ പറ്റുമോ? അവളെ വീട്ടിലെന്തിനാ കുത്തിയിരുത്തിക്കണേ? അമ്മ ഇവൾക്ക് എന്താ പറ്റിയത്? എനിക്ക് എന്ത് പറ്റാനാടാ, എല്ലാം പറ്റിയില്ലേ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ നിനക്ക് പറ്റുമോ? ആ പറ്റും. ഇല്ലെങ്കിൽ ചങ്ങല പൊട്ടും. ഓ പൊട്ടിക്കും. ഏട്ടന്റെ ജലദോഷം ഒക്കെ പോയി. എന്തായി കാണിക്കണത്? ജലദോഷം പോയി. ജലദോഷം പോയതിന് സന്തോഷല്ലേ? അവളെ ജലദോഷം പോയി, തലവേദന പോയി. നീ കൈ തന്നെ ഇവിടെ വെക്കടാ, ഇവിടെ വെക്ക് നീ. കൺഗ്രാജുലേഷൻസ്. എന്തിന്? എന്റെ തലവേദന പോയിടാ. അല്ല എനിക്കൊന്നും മനസ്സിലായി. കൊണ്ടുവച്ചിരുന്ന മരുന്ന് ഞങ്ങള് കുടിച്ച് തലവേദന എല്ലാം പോയെന്ന്. മരുന്നോ? ഹോമിയോ മരുന്ന് പറയണേ. മറ്റേ സായിപ്പിന്റെ മരുന്നില്ലേ? ഹോമിയോ മരുന്ന്. സായിപ്പിന്റെ ഹോമിയോ. ജർമ്മനിയാ ജപ്പാനാ എവിടെ? മറ്റേ ഹോമിയോ. ഏട്ടന്റെ ഹോമിയോ. എഴുന്നേക്കുന്നു. ചങ്ങല എഴുന്നേക്ക്. വിളിച്ചാൽ ഞാൻ പോവില്ല. എന്തിനാ നീ സാധനം എടുത്തത്? വിളിച്ചാൽ ഞാൻ പോവില്ല. ആ സാധനം എന്തിനാന്ന് എടുത്തത്? പൊട്ടിച്ചാലോ? എടി എത്ര അളവിനകത്ത് കഴിച്ചത് നിനക്കറിയോ? എത്ര അളവിനകത്ത് കഴിച്ചതെന്ന്? ഒരു ഗ്ലാസ്സാ? പിന്നെ ഹോമിയോ മരുന്നൊന്നും അല്ല. അത് കയറിപ്പോ, അകത്ത് കയറിപ്പോ, അകത്തേക്ക് കയറിപ്പോ. അതെ നോക്ക് ചുറ്റോറ ആളുകളുണ്ട്. ആളുകൾ കാണും. നിങ്ങൾ ഇവിടെ വന്നിരുന്നില്ല സർക്കസ്. എണീറ്റ് പോന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കേട്ടോ ഞാൻ പറയുന്നത്. എന്റെ കാലില്ല. കാലുണ്ടെങ്കിൽ എന്നെ ഒന്ന് എടുത്തോണ്ട് പോടാ. എഴുന്നേക്കുന്ന ആ എഴുന്നേറ്റ് പോ. എഴുന്നേറ്റ് അകത്തേക്ക് പോ. എഴുന്നേറ്റ് അകത്തേക്ക് നടക്ക്. അകത്തേക്ക് നടക്ക്.
വാന്ന്. വാ. ഇനി ഈ ഗേറ്റ് എങ്ങാനും തുറന്ന ഇടിച്ച് നിന്നെ കുമ്പളം ഞാൻ നടക്കും കേട്ടാ. ഒരു ഒറ്റ എണ്ണത്തിന് ശബ്ദം അതിനകത്ത് കേട്ടു വരുത്. എവിടെ ഇടിക്കലീറ്റോ? ആ മനുഷ്യന്റെ കാര്യം എന്നോട് ചോദിക്കരുത്. ഞാൻ പിരിയാൻ തീരുമാനിച്ചു. പോയി മറന്നു. നിങ്ങളുടെ ശബ്ദം കേൾക്കരുതെന്ന്. നല്ലതല്ലേ? ക്ലീറ്റോ? ക്ലീറ്റോ? വിശ്വാസം പറഞ്ഞ എവിടെ പോയി കിടക്കും? അമ്മേ മാമേ നല്ല രസം. അമ്മേ അമ്മ ഇങ്ങോട്ട് മാറി സൂത്രം. കാട്ടി. അളിയാ 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 നീ എവിടെ പോയി കിടക്കണം അളിയാ? അളിയാ അവിടെ അമ്മ അതിൽ പുകില് നടക്കുമ്പോ നീ ഇവിടെ വന്നിരിക്കണ എന്തോ അളിയാ? അതെ, നമുക്ക് രണ്ടുപേർക്കൂടെ കഴിക്കാൻ വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവച്ചിരുന്നു അവിടെ. അത് അമ്മയും ജമന്തി ഒന്നും അറിയാതിരിക്കാൻ വേണ്ടി ഹോമിയോ മരുന്ന് എന്റെ മുകളിൽ എഴുതി വെക്കുകയും ചെയ്തു. ഇപ്പൊ അത് അവര് ജലദോഷത്തിനാണെന്ന് പറഞ്ഞ് അത് എടുത്ത് കഴിച്ചിരിക്കുകയാണ്. ഏതളവിനാ കഴിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്കൊരു കാര്യം ചെയ്യാം, അവർ ആശുപത്രി കൊണ്ടുപോവാ. നീ വാ. അല്ല അതിപ്പോ നീ ഇങ്ങ് വന്നേ. അളിയാ കാറ്റേ നീ പൂക്ക മരത്തിലെ പതുമൂളി വന്നു കാലി പൂങ്കതളി വാഴ പൂക്കളി അകത്തെ നിറഞ്ഞോ അകത്തെ നിറഞ്ഞോ. Alien versus Alien.